ഹായ് ഗൈസ്, ഇന്നൊരു പുതിയ വീഡിയോവുമായി വന്നിരിക്കുകയാണ്. എന്താണെന്ന് അറിയണ്ടേ? ഉപ്പ ഹെഡ് വാഷ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഹെഡ് വാഷ് തുടങ്ങുന്നതിന് മുമ്പ് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, മുൻഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണക്കം വന്നിട്ടുണ്ട്. എന്നാൽ പിറകു വശത്ത് ഡോണർ ഏരിയയിൽ ആവശ്യത്തിനുള്ള ഉണക്കം വരുന്നേ ഉള്ളൂ. നമുക്കത് കുറച്ച് സമയം കൂടി, ദിവസം കൂടി ആവശ്യമായിട്ട് വരും. ഹെഡ് വാഷ് തുടങ്ങുമ്പോൾ അത് 2 ഘട്ടമുണ്ട്. ആദ്യം നമുക്ക് ലഭ്യമായിട്ടുള്ള അലോവേര ജെല്ല് അത് തലയിൽ പുരട്ടേണ്ടതായിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ബേബി ഷാമ്പു ഉപയോഗിച്ചുകൊണ്ട് ഹെഡ് വാഷ് ചെയ്യുന്നത്. അലോവേര ജെല്ല് അപ്ലൈ ചെയ്യുന്നത് ഒരു കണ്ണാടിയുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് നല്ലത്. ഞാൻ എൻ്റെ വീടിനകത്ത് ഒരു കണ്ണാടിയുടെ മുമ്പിൽ വെച്ചാണ് ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോൾ ഏതൊക്കെ ഭാഗത്ത് നമ്മൾ അലോവേര ജെല്ല് അപ്ലൈ ചെയ്തില്ല എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാത്ത ഭാഗത്ത് നല്ല രീതിയിൽ പുരട്ടി, ഞാൻ 2-3 തവണ പുരട്ടിയിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോൾ നല്ല രീതിയിൽ അത് റിസൾട്ട് തരും. എൻ്റെ പിറകു ഭാഗത്ത് ഉണക്കം കുറവാണ്, എങ്കിൽ കൂടി മുൻഭാഗത്ത് നല്ല രീതിയിൽ കട്ട പിടിച്ചിട്ടുണ്ട്. കാരണം NS കൃത്യമായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടാണ്. ഇനി നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് നമുക്ക് ഒഴിവാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ 1 മണിക്കൂർ കാത്തു നിൽക്കണം. 1 മണിക്കൂർ സമയം കാത്തു നിന്നു. ഇനി നമുക്ക് തലയിൽ നിന്ന് അത് റബ്ബ് ചെയ്തുകൊണ്ട് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യവും ഞാൻ ചെയ്തിരിക്കുന്നത് കണ്ണാടിയുടെ മുമ്പിൽ വെച്ചാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ ഭാഗത്ത് നമ്മൾ റബ്ബ് ചെയ്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് നമ്മൾ സാധാ പച്ചവെള്ളം ഒരു വലിയ പാത്രത്തിലെടുത്തിട്ട് ഇടയ്ക്കിടെ വിരൽ അതിൽ മുക്കിക്കൊണ്ട് ഈ ട്രാൻസ്പ്ലാന്റ് ആയിട്ടുള്ള ചെയ്ത ഭാഗത്ത് തടവണം. ആദ്യം ക്ലോക്ക് വൈസിൽ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ ക്ലോക്ക് വൈസിൽ തടവുക. തുടർന്ന് ആന്റി ക്ലോക്ക് വൈസ് ദിശയിൽ തടവുക. സാമാന്യം ബലം പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് തടവാം. ബലം പിടിക്കാതിരുന്നാൽ അത് അവിടുന്ന് ഇളകി വരില്ല. ഇത് ഏകദേശം ഒരു 10-20 മിനിറ്റോളം സമയം നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ അത് ഇളകി വരികയുള്ളൂ. എന്നാലേ നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടുകയുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം ചെയ്തപ്പോൾ തന്നെ ഏകദേശം ക്ലീൻ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. റബ്ബ് ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് തന്നെ മനസ്സിലാവും ഏതൊക്കെ ഭാഗത്ത് കട്ട പിടിച്ചത് ഇപ്പോഴും ബാക്കിയുണ്ട്. ആ ഭാഗത്ത് വീണ്ടും വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ക്ലോക്ക് വൈസിലും ആന്റി ക്ലോക്ക് വൈസിലും തടവുന്നതിലൂടെ അത് മാറും. ഇങ്ങനെ ഈ ക്ലോട്ടായ ഭാഗം നമ്മൾ പുറത്തേക്ക്, നെറ്റിയുടെ ഭാഗത്തേക്ക് ഒലിച്ചു വരുന്നതായിട്ട് കാണാം. അങ്ങനെ ഏകദേശം എല്ലാ ഭാഗത്തും ക്ലോട്ടായ ഭാഗങ്ങൾ നീക്കം ചെയ്തു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചുകൊണ്ട് തല ക്ലീൻ ആക്കാവുന്നതാണ്. അലോവേര ജെല്ല് റബ്ബ് ചെയ്ത് നല്ലതുപോലെ ഇളകി വന്നിരിക്കുകയാണ്. ഇനി ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് തല ക്ലീൻ ആക്കണം. നമ്മുടെ കൈകൾ കൊണ്ട് തല തടവിക്കൊണ്ട് ഇളം ചൂടുവെള്ളം ഒരു ചെറിയ മഗ്ഗിലെടുത്തുകൊണ്ട് ഇങ്ങനെ ക്ലീൻ ആക്കലാണ് അടുത്ത പണി. അങ്ങനെ അത് എൻ്റെ ക്രൗൺ ഭാഗത്ത് മുടികൾ കുറവാണ്, പക്ഷെ അവിടെ ചെറിയ രോമങ്ങളുണ്ട്. അത് PRP ചെയ്യുന്നതിലൂടെ വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് 2ാമതൊരു ഘട്ടം ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് അത് ചെയ്യാവുന്നതാണ്. 8 മാസം കഴിഞ്ഞാൽ നമുക്ക് ക്രൗൺ ഏരിയയിൽ താടിയിൽ നിന്നൊക്കെ റൂട്ട് എടുത്തുകൊണ്ട് അത് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ പ്രതീക്ഷയാണല്ലോ ജീവിതം. ഇതിന് ഏകദേശം 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ വാഷ് ചെയ്യാം. അങ്ങനെ വാഷ് ചെയ്തതിലൂടെ തന്നെ എൻ്റെ തല വളരെയധികം ക്ലീൻ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ബേബി ഷാമ്പു അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ തന്നെ തല വളരെ ക്ലീൻ ആയിട്ടുണ്ട്. തല ക്ലീൻ ചെയ്യേണ്ടത് ഒരു കോട്ടൺ തുണി കൊണ്ട് ഒപ്പി എടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇനി നമുക്ക് തോർത്തുപയോഗിച്ചുകൊണ്ട് തോർത്താൻ കഴിയില്ല. ഇനി ബേബി ഷാമ്പു ഉപയോഗിച്ചുകൊണ്ടാണ് കഴുകേണ്ടത്. ഞാൻ ബേബി ഷാമ്പു ഹിമാലയ കമ്പനിയുടേതാണ്. ഇത് 60 മില്ലിയാണ്, 65 രൂപയാണ് വില. നമ്മൾ വാങ്ങിയ ബേബി ഷാമ്പുവിൻ്റെ 50 മില്ലിയോളം ഇതിന് തന്നെ ആവശ്യമായിട്ട് വരും. ബേബി ഷാമ്പു നേരിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്യുകയല്ല ചെയ്യുന്നത്. ഒരു പാത്രത്തിലെ വെള്ളത്തിൽ അത് ലയിപ്പിച്ച് നല്ലപോലെ പതയാക്കി മാറ്റണം. ഈ പതയാണ് നമ്മൾ തലയിൽ തേച്ച് വെച്ച് പിടിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും ട്രാൻസ്പ്ലാന്റ് ഏരിയയിലും അതേപോലെ ഡോണർ ഏരിയയിലും ഇത് തേച്ച് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ട് പിന്നീട് എടുത്തതാണ്, കുറച്ച് മാത്രമേ ഇപ്പം കാണിച്ചിട്ടുള്ളൂ.
അങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് 10 മിനിറ്റ് സമയം നമ്മൾ കാത്തു നിൽക്കണം. എന്നിട്ടാണ് വീണ്ടും ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചുകൊണ്ട് അതിനെ നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വലിയ ബോട്ടിലുകൾ വാങ്ങാം. കാരണം ഈ ഹെഡ് വാഷ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഒന്നിടവിട്ട ദിവസങ്ങൾ നമ്മൾ ബേബി ഷാമ്പു ഉപയോഗിച്ചുകൊണ്ടാണ് തല വാഷ് ചെയ്യേണ്ടത്. നമ്മുടെ ഹെഡ് വാഷിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നേരത്തെ നമ്മൾ തലയിൽ തെച്ചു പിടിപ്പിച്ച ബേബി ഷാമ്പു ഇനി ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്ത് കളയണം. അങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു തോർത്തുമുണ്ടോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ ഉപയോഗിച്ചുകൊണ്ട് ഒപ്പിയെടുത്തുകൊണ്ട് തല ഉണക്കിയെടുക്കുക. അതിനുശേഷം ഒരു ഫോട്ടോ നമ്മൾ HNS-ന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കേണ്ടതുണ്ട്. അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ അവർ അതിന്റെ റിസൾട്ട് പറയുന്നതാണ്. എനിക്ക് കിട്ടിയ റിസൾട്ട് ഓക്കെ ആയി എന്നാണ്. തല ഇനിയും ഇതേപോലെ ക്ലീനായി സൂക്ഷിക്കണമെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. തിരക്കുകൾ കാരണം ഹെഡ് വാഷിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് സമയം വൈകി. ഇനി നമുക്ക് അടുത്ത PRPയുടെ വീഡിയോയിൽ വെച്ച് കാണാം. അതുവരെ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ ചാനലിനെ, അതേപോലെ ലൈക്കും ചെയ്യുക. താങ്ക് യു.